So transformers in the workout section ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഇൻ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻസ്. കൺസിഡർ first question, consider the following statements. Consider the following statements regarding three-phase power, regarding three-phase transformer, regarding three-phase transformer in open delta connection. In open delta connection. Delta connection. First one, being a temporary remedy. Being a temporary remedy when one transformer from delta system is damaged and removed from service. When one transformer form of delta system is damaged. System is damaged and removed from service. Second statement, the volt ampere supplied by each transformer is the volt ampere or VA supplied by each transformer is half of the total volt ampere, is half of the total volt ampere, and the system is not overloaded. System is not overloaded. And third statement, an important precaution is that load shall be reduced by times. Is that load shall be reduced by times in this case. By times in this case. Questioning in Anna, which of the following statements are correct? Which of the following statements are correct? Option A, 1 and 2 only. 1 and 2 only. Option B, 1 and 3 only. Option C, 2 and 3 only. Option D, 1, 2 and 3. So this question SSC exam repeat question. Competitive exams basis problems statements open important. Consider three phase transformer like three phase bang three phase bang single phase transformer three phase form three phase bang open delta open delta last video detailed open delta transformer
വർക്കിംഗ് എങ്ങനെ ആയിരിക്കും, ആ സമയത്ത് അതിന്റെ എഫിഷ്യൻസി അല്ല അതിന്റെ ലോഡ് ഷെയറിംഗ് എങ്ങനെ ആയിരിക്കും, എത്രമാത്രം കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ and open delta connection. Being a temporary remedy when one transformer form of delta is removed, is damaged and removed from service അല്ലെ, അങ്ങനല്ലേ. അപ്പം മൂന്ന് ത്രീ ഫേസ് ബാങ്ക് ഉണ്ടെങ്കിൽ അല്ലെ, മൂന്ന് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ, ഇത് ഡെൽറ്റ ഡെൽറ്റ ഡെൽറ്റ, ഇത് ഡെൽറ്റ കണക്ഷൻ ആണ് അല്ലെ. ഇത് മൂന്ന് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഡെൽറ്റ കണക്റ്റഡ് ത്രീ ഫേസ് ആയിട്ട് കണക്ട് വെച്ചിരിക്കുകയാണ്. സപ്പോസ് ഈ ഒരു വൈൻഡിങ് ഡാമേജ്, ഈ ഒരു ട്രാൻസ്ഫോമർ ഡാമേജ് ആണെങ്കിൽ ഇതായിരിക്കും വർക്ക് ആസ് എ ഓപ്പൺ ഡെൽറ്റ. നമ്മൾ ലാസ്റ്റ് നോക്കിയാൽ മതി അല്ലെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ, ദ വോൾട്ടാമ്പർ സപ്ലൈഡ് ബൈ ഈച്ച് ട്രാൻസ്ഫോമർ ഈസ് ഹാഫ് ഓഫ് ദ ടോട്ടൽ വോൾട്ടാമ്പർ ആൻഡ് സിസ്റ്റം ഈസ് നോട്ട് ഓവർലോഡഡ്. അതിന്റെ സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, ഇത് മൂന്ന് ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ട്രാൻസ്ഫോമർ മൂന്ന് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈച്ച് ഹാവിംഗ് ദ റേറ്റിംഗ് 10 kV ആണെങ്കിൽ ടോട്ടൽ ഡെൽറ്റ കണക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ടോട്ടൽ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് 30 kV. പക്ഷേ ഓപ്പൺ സർക്യൂട്ട്, പക്ഷേ ഓപ്പൺ ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് ഈസ് ഓൺലി 57.7% ഓഫ് ദ പി ഡെൽറ്റ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ആൾസോ കറക്റ്റ്. And important precaution is that load shall be reduced by times in this case. കാര്യം എന്തായിരിക്കും, നമ്മൾ ഈ രണ്ട് ഓപ്പൺ ഡെൽറ്റ ട്രാൻസ്ഫോമറിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫോമറിന്റെ 57.7% ലോഡ് മാത്രമേ അത് എടുക്കത്തുള്ളൂ. അത് നമ്മൾ ഓവർലോഡ് ആക്കാൻ നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക, 72.3% ട്രാൻസ്ഫോമർ ഓവർലോഡ് ആകും. സോ അതുകൊണ്ട് ലോഡ് നമ്മൾ കുറച്ച് കൊടുക്കണം. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓപ്പൺ ഡെൽറ്റ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൺക്ലൂഷൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആൾസോ കറക്റ്റ്. സോ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ 1, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 ആർ കറക്റ്റ്. സോ ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിക്കുക. ആ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളത് ഇതായിരിക്കും അതിന്റെ തെറി പാർട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Next question. In a three-phase delta transformer, delta connected transformer, one phase burns up. One phase burns up. The transformer will supply. The transformer will supply. Option A, 57.7% of its rating. Option B, zero output. Option C, 63% of output rating. 63% of output rating. Option 4. Option D is at full output rating. At full output rating. നമ്മൾ പഠിച്ചിരുന്നു സെയിം തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അത് ഇതായിരിക്കും ഓപ്പൺ ഡെൽറ്റ കണക്ഷനും ഓപ്പൺ ഡെൽറ്റ കണക്ഷനുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പി ഡെൽറ്റ ഇസ് ഈക്വൽ ടു അല്ലെ, പി ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ഓപ്പൺ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.577 ടൈംസ് പി ഡെൽറ്റ ആണ് അല്ലെ. ദാറ്റ് ഈസ് അപ്പൊ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ, ദാറ്റ് മീൻസ് പി ഓപ്പൺ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.577 times P delta on delta. Therefore, our option is 57.7% of its rating. That is option A is the correct answer. Doubt ഉണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ നോക്കുക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ഡെൽറ്റയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, if one transformer in a delta connection is burned അല്ലെങ്കിൽ എന്തായിരിക്കും is removed, the remaining two transformer can supply 57.7% of its rating without overloading the transformer.
That is with the what is 0.577 into PV is equal to 0.577 into P delta. That is 57.7% of its rating. നമ്മൾ അതിന്റെ ഡെറിവേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഗോ ത്രൂ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കുക. ഓക്കെ, that is the second option, second question. So the third one is അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെ, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, delta zigzag, the main application of delta zigzag connected three-phase transformer is to supply option A, balanced loads. Option A, balanced loads. Option B, unbalanced loads. Option C, furnace loads. And option D, single phase loads. Primary delta im secondary zigzag connection transformer is used in option is B, that is unbalanced loads. അത് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അൺബാലൻസ്ഡ് ലോഡ്സ് അത് ഓർത്ത് വയ്ക്കാം. ഡെൽറ്റ സിക്സാഗ് കണക്ഷൻ transformer, three-phase transformer is used in unbalanced load conditions. Next is fourth question. നെക്സ്റ്റ് നമ്മൾ നോട്ടായിട്ട് നമ്മളിത് എടുക്കുകയാണ്. കാര്യം ഇതിനകത്ത് എപ്പോഴും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സെക്ഷൻ, ഒരു ടോപ്പിക് പോയിന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടേൺസ് റേഷ്യോ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. എന്താണ് ടേൺസ് റേഷ്യോ? സോ ടേൺസ് റേഷ്യോ മീൻസ് എന്തായിരിക്കും? വാട്ട് ഇസ് മീൻ ബൈ ടേൺസ് റേഷ്യോ? ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പ്രൈമറി ടു സെക്കൻഡറി ടേൺസ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു ഇറ്റ് ഇസ് എ റേഷ്യോ primary to secondary turns. That is called turns ratio. That is turns ratio is equal to, therefore turns ratio is equal to primary turns n1, secondary turns n1 by n2. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സ്റ്റെപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ പറയുന്നത്. ലൈക്ക് ഇഫ് ദാറ്റ് ഇസ് സെക്കൻഡറി n2 ഗ്രേറ്റർ ദാൻ n1 ആകുമ്പോഴത്തേക്കും സെക്കൻഡറി വൈൻഡിംഗ് ഗ്രേറ്റർ ദാൻ പ്രൈമറി വൈൻഡിംഗ് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും വരിക? ദാറ്റ് ഇസ് കാൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. ഇറ്റ് ഈസ് കാൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. Then if secondary winding n2 less than n1 is called step down transformer. അത് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ഇത് ഓർത്ത് വയ്ക്കാം. ഇറ്റ്സ് കാൾഡ് ടേൺസ് റേഷ്യോ. ദെൻ അടുത്ത തന്നെ നമുക്ക് പോകാൻ പോകുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. വാട്ട് ഈസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ? നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. Transformation ratio is equal to the ratio of secondary voltage to the primary voltage. That is equal to the ratio of secondary voltage to primary voltage. It is called the transformation ratio. That is equal to, it is represented by the letter K. Therefore K is equal to E2 by E1. That is equal to N2 by N1. That is equal to I1 by I2. So ഇത് ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ടേൺസ് റേഷ്യോ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അങ്ങനെയുള്ള കുറെ ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൺഫ്യൂസ് ആവാതിരിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്തായിരിക്കും? ടേൺസ് റേഷ്യോ is equal to the ratio of primary to secondary turns, and transformation ratio എന്തായിരിക്കും? K is equal to E2 by E1. Turns ratio means only we have to take only phase values. അത് ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Turns ratio, for calculating the turns ratio, use പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. use phase values. സോ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. സോ ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം.
Next question ആണ് a delta star transformer delta star transformer has a face-to-face voltage transformation ratio of has a face-to-face voltage transformation ratio of A is to 1. The line-to-line voltage ratio of star delta is given by the line-to-line voltage ratio of star delta is given by ആണ് ചോദ്യം. Star delta is given by option A root 3 by root A, option B A root 3 by 1, option C root 3 by A, and option D A by 1 ആണ് ചോദ്യം. A delta star transformer has a face-to-face voltage transformation ratio A is to 1. അല്ലെ, അങ്ങനെയാണെങ്കിൽ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് സ്റ്റാർ ഡെൽറ്റ തന്നിരിക്കുന്ന ഡെൽറ്റ സ്റ്റാർ അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡെൽറ്റ സ്റ്റാറിന്റെ ഫേസ് ടു ഫേസ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഡെൽറ്റയുടെ ലൈൻ ടു ലൈൻ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ സൊല്യൂഷൻ അങ്ങനെ ആയിരിക്കും വരിക? നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കാര്യം കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നതാണ്. സോ ശ്രദ്ധിക്കുക. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. നിങ്ങൾക്ക് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായിരിക്കും സൊല്യൂഷൻ വരിക? സൊല്യൂഷൻ തന്നിരിക്കുന്നത് എന്തായിരിക്കും? ഡെൽറ്റ സ്റ്റാർ അല്ലെ, ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമർ. therefore solution a delta star transformer has a face-to-face voltage transformation ratio of A is to 1. Therefore, delta star transformer having face-to-face transformation ratio is A is to 1. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് സ്റ്റാർ ഡെൽറ്റ എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് വേണ്ടുള്ളത് എന്തായിരിക്കും? സ്റ്റാറിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ N2 by N1 അല്ലെ, നമുക്കറിയാം. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ is equal to N2 by N1 is equal to E2 by E1 is equal to I1 by I2 is equal to K where K is called the transformation ratio. അപ്പോൾ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ആകുമ്പോഴത്തേക്ക് ടേൺസ് റേഷ്യോ അല്ലെങ്കിൽ തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ഫേസ് ടു ഫേസ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ A is to 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർ ഡെൽറ്റയുടെ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. സ്റ്റാർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇവിടെ? സ്റ്റാറിന്റെ 1 ആണ്, ഡെൽറ്റയുടെ എന്തായിരിക്കും? A ആണ് വരുന്നത് അല്ലേ. therefore ഇങ്ങനെയായിരിക്കും ഇവിടെ. സ്റ്റാർ ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 is to A കിട്ടും. എന്തായിരിക്കും നമ്മളുടെ ഫേസ് ടേൺസ് റേഷ്യോ? ഫേസ് ടേൺസ് റേഷ്യോ കിട്ടി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്ക് എന്താ വേണ്ടേ? ലൈൻ ടു ലൈൻ വോൾട്ടേജ് റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. therefore ആൻസർ എങ്ങനെ ആയിരിക്കും വരിക? therefore ലൈൻ ടു ലൈൻ വോൾട്ടേജ് റേഷ്യോ is equal to സ്റ്റാർ കണക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് is equal to √3 times ഫേസ് വോൾട്ടേജ്. therefore √3 is to ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് എന്താ? ലൈൻ വോൾട്ടേജ് is equal to ഫേസ് വോൾട്ടേജ് എന്തായിരിക്കും? A തന്നെയായിരിക്കും. therefore √3 is to A ആയിരിക്കും വരിക. that is the line turns ratio. therefore the option C is the correct answer. therefore √3 by A is the correct answer. √3 by A. Option C is the correct answer. √3 is to A. √3 is to A is the correct answer. because എന്തായിരിക്കും ഡെൽറ്റ ട്രാൻസ്ഫോമറിനകത്ത് as a face to face voltage transformation ratio A is to 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈൻ ടു ലൈൻ വോൾട്ടേജ് റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോ A is to 1 കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക? A is to 1 ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ അല്ലെ. A is to 1
അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which three-phase connection can be used? Which three-phase connection can be used in a transformer 2, in a transformer, used in a transformer 2, introduce a phase difference of 30 degree, introduce a phase difference of 30 degree, a phase difference of 30 degree between its output and corresponding input voltages, between its output and corresponding input voltages. Option A, star delta. Option B, star star. Option C, delta star. Option D, delta zigzag. ഡെൽറ്റ സിക്സാക്. അപ്പൊ നമ്മൾ ക്ലോക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാണല്ലോ, ഓർമ്മയില്ലയോ? അപ്പം ആ ഒരു ബേസിസ്, അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് വേണ്ടുള്ളത് എന്തായിരിക്കും? ചോദിച്ചിരിക്കുന്നത് എന്താ? ഫേസ് ഡിഫറൻസ് ഓഫ് 30 ഡിഗ്രി അല്ലെ? ഫേസ് ഡിഫറൻസ് ഓഫ് 30 ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം രണ്ട് കോമൺ കണക്ഷൻ വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അവിടുത്തെ ഫേസ് ഡിഫറൻസ് എത്ര ആയിരിക്കും വരിക? 0 ഡിഗ്രി ആയിരിക്കും വരിക അല്ലെ? Therefore, ഇപ്പൊ നമുക്കൊരു ടേബിൾ ആയിട്ട് നമുക്ക് എഴുതി സൂക്ഷിക്കാം. എങ്ങനെയായിരിക്കും സംഭവിക്കാം? ശ്രദ്ധിക്കുക. ഇപ്പൊ 4 കണക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ഡെൽറ്റ, സ്റ്റാർ, പ്രൈമറി സ്റ്റാർ, സെക്കൻഡറി സ്റ്റാർ, പ്രൈമറി ഡെൽറ്റ, സെക്കൻഡ് ഡെൽറ്റ. എന്തായിരിക്കും? സ്റ്റാർ ഡെൽറ്റ, പിന്നെന്തായിരിക്കും? ഡെൽറ്റ സ്റ്റാർ, പിന്നെന്താ? സ്റ്റാർ പ്രൈമറി 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈസ് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അടുത്തത് ഇതെന്തായിരിക്കും വരിക? ഡെൽറ്റ സ്റ്റാർ ആൾസോ പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. എന്തായിരിക്കും വരിക? ഇത് സ്റ്റാർ സ്റ്റാർ കണക്ഷൻ ആണ്. എന്തായിരിക്കും? പക്ഷേ ഫേസ് ഷിഫ്റ്റ് എത്ര ആയിരിക്കും വരിക? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഇത് ഓർത്ത് വയ്ക്കാം. സോ 30 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരണമെങ്കിൽ എന്തായിരിക്കണം? പ്രൈമറി സ്റ്റാറും അല്ലെങ്കിൽ എന്തായിരിക്കും? പ്രൈമറി സ്റ്റാർ സെക്കൻഡറി ഡെൽറ്റ, അല്ലെങ്കിൽ പ്രൈമറി ഡെൽറ്റ സെക്കൻഡറി സ്റ്റാർ, ആ രൂപത്തിൽ എടുക്കാൻ പറ്റും. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. Therefore, സ്റ്റാർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി. ഡെൽറ്റ സിക്സാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി വരും. സോ ഈ ഒരു കണക്ഷൻ ഓർത്ത് വയ്ക്കാം. അപ്പൊ ഈ ഒരു ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് ഓഫ് 30 ഡിഗ്രി ചോദിച്ചിരിക്കുന്നത്. Therefore, answer is option C is the correct answer അല്ലേ? C അല്ല, പക്ഷെ അതിനകത്ത് വേറൊരു പ്രോബ്ലം ഉണ്ടല്ലോ. Which three-phase connection can be used in a transformer to introduce a phase difference of 30 degree between its input and output corresponding input voltages അല്ലേ? സ്റ്റാർ ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. ഡെൽറ്റ സ്റ്റാർ ആകുമ്പോഴത്തേക്ക് പ്ലസ് ഓർ മൈനസ് അല്ല, മൈനസ് ഓർ പ്ലസ് ആണ് കേട്ടോ, തിരിച്ചു വരും. മൈനസ് ഓർ പ്ലസ് 30 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. ഓപ്ഷൻ പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. ആൻഡ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. സോ ഒരു ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ
സ്റ്റാർ ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മൈനസ് പ്ലസ് 30 ഡിഗ്രി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഡിഫറൻസ് ഓഫ് 30 ഡിഗ്രി ചോദിച്ചിരിക്കും. അപ്പോൾ എന്തായിരിക്കും? പ്ലസ് 30 ഡിഗ്രി ചോദിച്ചിരിക്കും. അപ്പം സ്റ്റാർ ഡെൽറ്റ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻസ് ഓർത്ത് വയ്ക്കാം. So star delta is the correct answer. Plus or minus 30 is minus or plus 30 degree. So ഈ ഒരു ടേബിൾ ഓർത്ത് വയ്ക്കുക. സ്റ്റാർ ഡെൽറ്റ ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി, ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് മൈനസ് പ്ലസ് 30 ഡിഗ്രി. അത് നമ്മൾ നോക്കിയാൽ മതി. നമ്മളുടെ ഇതായിരിക്കും കണക്ഷൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ ആ വെക്ടർ കണക്ഷൻ ക്ലോക്ക് മെത്തേഡ് വെച്ചിട്ട് ചെയ്തതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. Next question ആണ് in a Scott connection. In Scott connection, if the turns ratio of main transformer is K, if the turns ratio of main transformer is K, then the teaser transformer has turns ratio of. Then the teaser transformer having turns ratio of option A 2K by root 3, option B root 3K by 2, option C K by root 3, and option D K by 2. അപ്പോൾ എന്താണ് ഈ സ്കോട്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ? സ്കോട്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് കൺവേർട്സ് 3 phase to 2 phase. അപ്പോൾ ഈ സ്കോട്ട് ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് 2 ട്രാൻസ്ഫോമർ ഉണ്ട്, 2 കണക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ട്രാൻസ്ഫോമർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ടീസർ ട്രാൻസ്ഫോമർ. അതിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇരിക്കുന്നു. ജസ്റ്റ് സൊല്യൂഷൻ നമുക്ക് ഒരു ഡിസ്കഷൻ പറ്റി പറയുകയാണെങ്കിൽ സ്കോട്ട് ട്രാൻസ്ഫോമേഴ്സ് എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ്, ദ സ്കോട്ട് ട്രാൻസ്ഫോമർ ദാറ്റ് കൺവേർട്സ് എന്തായിരിക്കും? It converts 3 phase to single phase and vice versa. 3 phase to single phase and 2 phase. 3 phase to 2 phase and vice versa. അപ്പോൾ ഇതാണ് ടീസർ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് 2 ട്രാൻസ്ഫോമർ ഉണ്ട്. അതായിരിക്കും ഒന്ന് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എന്തായിരിക്കും? ടീസർ ട്രാൻസ്ഫോമർ. Both the transformer, main transformer and teaser transformer, both the transformers are electrically connected. These 2 transformers are electrically connected. Scott transformer having 2 transformers, main transformer and teaser transformer, and both transformers are electrically connected. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. വാട്ട് ഇസ് ടീസർ ട്രാൻസ്ഫോമർ എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. Then അതിന്റെ കണക്ഷൻ എങ്ങനെ ആയിരിക്കും വരിക? Therefore it looks like something like this. This is the main transformer. This is the main transformer. And this is a teaser transformer. It's the main transformer. This is a teaser transformer. So this is a load. Here I'm going to put the load. So load. It is A. It is B. And this C. This is the main transformer. And this is a teaser transformer. This is the BC arm. The winding can go to VBC by 2. This is also VBC by 2. Both the transformers are identical transformers. അപ്പോൾ നമുക്കിനകത്ത് എന്താ പറയുക? നമുക്കിനകത്ത് വലിയ ഡെറിവേഷനോ എക്സ്പ്ലനേഷനോ നമുക്ക് വേണ്ട. നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇതിന്റെ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. കോമഡിറ്റേക്ക് സം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വാട്ട് ഇസ് ഇൻ സ്കോട്ട് കണക്ഷൻ? വാട്ട് ഈസ് the main transformer turns ratio K ആണെങ്കിൽ, if the turns ratio of the main transformer is K അങ്ങനെയാണെങ്കിൽ, what is the teaser transformers have the turns ratio of the answer is root 3 K by 2. Therefore answer is root 3 K by 2 is equal to root 3 K by 2. Therefore option B is the correct answer.
next problem, next question വന്നിട്ട് three single phase 11,000 by 200 volt transformers, three single phase 11,000 by 220 volt 20 volt transformers are connected to form three-phase transformer bank. Three-phase transformer bank. High voltage side is connected in star. High voltage side is connected in star. Connected in star. And low voltage side in delta. And low voltage side is in delta. What are the voltage ratings and turns ratio of three-phase transformer? What are the voltage rating and turns ratio of three-phase transformer? That's ചോദ്യം. So, three single-phase transformers, 11,000 by 220 volt transformers are connected to form a three-phase transformer bank. High voltage side delta star, low voltage side delta. What are the voltage ratings and turns ratio? This ചോദിച്ചിട്ടുള്ളത് SSC exam ചോദിച്ചിട്ടുള്ളതാണ്. SSC 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്തായിരിക്കും ഓപ്ഷൻ എ 19052 by 220 volt, 50. Option B 19052 by 220 volt, turns ratio 50√3. Option C 11,000 by 381 volt, 50√3. Then option D 11,000 by 220 volt, 50. Options. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ത്രീ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അല്ലേ. അപ്പം ഹൈ വോൾട്ടേജ് സൈഡ് സ്റ്റാർ കണക്ഷൻ അല്ലേ. അതിപ്പോൾ HV സ്റ്റാറും എന്തായിരിക്കും LV ഡെൽറ്റയാണ് അല്ലെ. ലോ വോൾട്ടേജ് സൈഡിൽ ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുക എന്തായിരിക്കും V phase is equal to അത്ര തന്നിട്ടുള്ള ത്രീ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ദാറ്റ് മീൻസ് ഫേസ് വോൾട്ടേജ് അതിരിക്കുന്നത് അല്ലെ. 11,000 വോൾട്ട് 11,000 വോൾട്ടും അടുത്തായിരിക്കും പ്രൈമറി അല്ലെ. അടുത്തതായിരിക്കും V phase സെക്കൻഡറി എത്ര തന്നിട്ടുള്ള ദാറ്റ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. അപ്പോൾ therefore the voltage rating അടുത്ത എന്തായിരിക്കും therefore the voltage rating of transformer അല്ലെ. voltage rating of transformer in line to line. തന്നിരിക്കുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. നമുക്ക് ത്രീ ഫേസിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് therefore line to line അല്ലെ. line to line. അപ്പോൾ ട്രാൻസ്ഫോമർ എന്തായിരിക്കും therefore the transformer is HV സൈഡ് സ്റ്റാർ, LV സൈഡ് എന്തായിരിക്കും LV സൈഡ് ഡെൽറ്റ അല്ലെ. therefore അപ്പോൾ എന്തായിരിക്കും വരിക സ്റ്റാർ തന്നിരിക്കുന്നത് ലൈൻ വോൾട്ട് ഫേസ് വോൾട്ടേജ് അല്ലെ. ഫേസ് വോൾട്ടേജ് തരുമ്പോഴത്തേക്ക് ലൈൻ വോൾട്ടേജ് എങ്ങനെയാണ് പിടിക്കുന്നത്? ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. therefore √3 into 11,000 അല്ലെ. √3 into 11,000 ആവും. ആൻഡ് എന്തായിരിക്കും ഡെൽറ്റ ആകുമ്പോഴത്തേക്ക് എന്താ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് അല്ലെ. therefore എന്തായിരിക്കും വരിക ദിസ് ഈസ് 220 വോൾട്ട്. therefore ഹിയർ കാര്യം എന്താ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജും ഇവിടെ എന്തായിരിക്കും ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. സോ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. ഇത് സെക്കൻഡറി ഡെൽറ്റ, ഇത് പ്രൈമറി എന്തായിരിക്കും സ്റ്റാർ ആയിരിക്കും വരുന്നത്. therefore എന്തായിരിക്കും 1.73 into 11,000 കിട്ടുമ്പോൾ നമുക്ക് കിട്ടും therefore 19052 by 220 volt.
അടുത്ത ചോദിച്ചിരിക്കുന്നത് അടുത്ത നമുക്ക് ടേൺസ് റേഷ്യോ അല്ലെ. ടേൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ഫേസ് പ്രൈമറി, വി ഫേസ് നമ്മൾ പറഞ്ഞു ടേൺസ് റേഷ്യോ എപ്പോഴും നമ്മൾ എടുക്കുന്ന വാല്യൂസ് എന്താ? നമ്മൾ പ്രൈമറി നമ്മൾ ടേൺസ് റേഷ്യോ ഓൾവേസ് വി ഷുഡ് ടേക്ക് ഓൺലി ഫേസ് വാല്യൂസ്. ഇവിടെ വന്നിട്ട് ലൈൻ വാല്യൂസ് എടുക്കരുത്. ഞാൻ ലാസ്റ്റ് മുന്നേ പറഞ്ഞത് ലൈൻ ഏതായിരിക്കും ടേൺസ് റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് ഫേസ് വാല്യൂസ് മാത്രമേ എടുക്കാവുള്ളൂ. അതിന് എന്തായിരിക്കും? വി ഫേസ് പ്രൈമറി വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡറി വോൾട്ടേജ് അല്ലെ, വി ഫേസ് സെക്കൻഡറി. അതിവിടെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇത് ലൈനാണ്, ലൈൻ വോൾട്ടേജ് ആണ് 19052. അപ്പൊ അതിന്റെ ഫേസ് വോൾട്ടേജ് എത്ര ആയിരിക്കും? 11,000 അല്ലെ. 11,000 ഡിവൈഡ് ബൈ 220 ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിട്ടും. സോ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് റിമെമ്പർ, ടേൺസ് റേഷ്യോ എടുക്കുന്ന സമയത്ത് എപ്പോഴും എന്തെടുക്കുക? നമ്മൾ ഫേസ് ടേൺസ് റേഷ്യോ, അത് ഫേസ് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ, ലൈൻ വാല്യൂ എടുത്ത് വെക്കരുത്, ആൻസർ മിസ്റ്റേക്ക് ആയി പോകും. Therefore ഫേസ് വാല്യൂ is equal, therefore turns ratio is equal to that v phase primary divided by v phase secondary is 11,000 divided by 220, that is equal to 50 കിട്ടും. Therefore the option is എന്തായിരിക്കും? Option A is the correct answer. 19052 by 220 volt, that is a connection voltage, and 50 is the turns ratio. ഓർത്ത് വയ്ക്കുന്നത് ഒരുപാട് തവണ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടേൺസ് റേഷ്യോ എടുക്കുമ്പോഴത്തേക്കായിരിക്കും തെറ്റിപ്പോകുന്നത്. ടേൺസ് റേഷ്യോ എപ്പോഴും ഓർത്ത് വയ്ക്കുക, we have to take only face values. It's very important. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, നമുക്ക് സെഷനിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയാണ്. If the primary line voltage rating is the primary line voltage rating is 3.3 kV, for a star side, okay, for a star delta transformer, for a 25 kVA star delta transformer. The per turns ratio is the per phase turns ratio. So the other, the per phase turns ratio is 5:1. Then the line current rating of the secondary side, then the line current rating of the secondary side is dash. അപ്പോൾ ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ട് ക്വസ്റ്റൻ ആണ്, ഗേറ്റ് 18 ചോദിച്ചിട്ട് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് നോക്കിക്കോളൂ, ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക്. സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കും വരിക? തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമറിന്റെ റേറ്റിംഗ് 25 kVA അല്ലെ, 25 kVA ട്രാൻസ്ഫോർമർ റേറ്റിംഗ് തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും? സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ അല്ലെ, സ്റ്റാർ എത്ര ആയിരിക്കും? സ്റ്റാറിന്റെ വോൾട്ടേജ് എത്ര? 3.3 kV, ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 3.3 kV. then അടുത്ത തന്നിരിക്കുന്നത് അടുത്ത ടേൺസ് റേഷ്യോ വന്നിട്ടുണ്ട് അല്ലെ. ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു N1, that is N1 is to N2 is equal to 5:1 അല്ലെ. N1 is to N2 is equal to 5:1 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണം? നമുക്ക് ഇനി തന്നിരിക്കുന്നത് ലൈൻ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ സെക്കൻഡറി സൈഡ്. അപ്പോൾ ഡെൽറ്റ സൈഡിലുള്ള ലൈൻ കറണ്ട് റേറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? സോ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫോമറിന്റെ ലൈൻ കറണ്ട് കണ്ടുപിടിക്കാം അല്ലെ.
സ്റ്റാർ കണക്റ്റഡ് അല്ലേ? സ്റ്റാർ കണക്ട് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം ഐ സ്റ്റാർ അല്ലെ, സ്റ്റാർ സൈഡിലുള്ള കണ്ടുപിടിക്കുകയാണ്. ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 25 into 10⁻³ അല്ലെ, 25 into 10⁻³ കാര്യം 25 kV ആണ്, ഡിവൈഡ് ബൈ √3 into അവിടുത്തെ ലൈൻ വോൾട്ടേജ് എത്ര? 3.3 അല്ലെ, 3.3 kV ആണ്. therefore 3.3 into 10⁻³ 10⁻³ ക്യാൻസൽ ചെയ്ത് പോകും. therefore 25 by 3.3 into √3 therefore that is equal to എത്ര വരും? that is equal to 4.374 amps വരും അല്ലെ, 4.374 amps. that is equal to എന്തായിരിക്കും? ഇതായിരിക്കും അവിടുത്തെ ലൈൻ കറണ്ട്. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണല്ലോ. കാര്യം എന്തായിരിക്കും? നമ്മുടെ എന്ത് കണക്ഷൻ ആണ്? സ്റ്റാർ കണക്ഷൻ ആണ്. that is equal to 4.734 amps. പ്രൈമറി കറണ്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡറി സൈഡിലുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിയുള്ള കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെക്കൻഡറി നമ്മൾ നോക്കുക. അപ്പം നമ്മൾ എന്താ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് അല്ലേ? എന്തായിരിക്കും? as you know ട്രാൻസ്ഫോമർ ഈസ് എ എന്താണ്? ഈസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് അല്ലെ, കോൺസ്റ്റന്റ് പവർ ഡിവൈസ് നമുക്ക് പറയാൻ പറ്റും. therefore E2 into I2 is equal to power എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻടു കറണ്ട് അല്ലേ? therefore E2 into I2 is equal to E1 into I1 അല്ലെ. നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും? E2 by E1 is equal to എന്തായിരിക്കും? N2 by N1. therefore E2 ന് പകരം എന്ത് കൊടുക്കുക? N2 into I2 is equal to E1 ന് പകരം എന്തായിരിക്കും? N1 into I1 അല്ലെ. therefore I2 is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore I2 is equal to N1 by N2 into I1. N1 by N2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും? 5 തന്നിട്ടുണ്ട് ടേൺസ് റേഷ്യോ അല്ലെ. therefore I2 is equal to that is equal to 5 into I1. അത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ആയിരിക്കും? 4.374. that is equal to എത്ര വരും? that is equal to I2 is equal to എന്തായിരിക്കും? 21.869 അല്ലെ, 21.869 amps. 869 amps കണക്ഷൻ ആണ് ഡെൽറ്റ സൈഡിലുള്ള അല്ലെ. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ലൈൻ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു √3 ടൈംസ് എന്തായിരിക്കും? ഫേസ് കറണ്ട് ആണ്. കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന ഫേസ് ടേൺസ് റേഷ്യോ ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ലൈൻ കറണ്ട് ആണ്. നമുക്ക് സെക്കൻഡറി ലൈൻ കറണ്ട് നമുക്ക് വേണം. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ √3 ഫേസ് കറണ്ട് ആണ്. therefore √3 into ഫേസ് കറണ്ട് എത്ര വരും? നമ്മൾ 21.869. that is 21.869. that is equal to the answer is 37.869 amps is the correct answer. സോ ഓർത്ത് വയ്ക്കാം. സോ ഈ ഒരു പോയിന്റ്സ് ഇതിനകത്ത് എങ്ങനെ നമ്മൾ സൊല്യൂഷനിൽ എത്തുന്ന ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ E2 into I2 is equal to E1 by I1 into I1 നമ്മൾ റിലേഷൻ എടുത്തു. എന്തായിരിക്കും? നമ്മൾ പിന്നെ N1 by N2 നമ്മൾ ടേൺസ് റേഷ്യോ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവിടുത്തെ I1ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ I2ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. therefore ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു 37.879 amps. ഓക്കെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 2300 volt star delta 3-phase transformer is rated at the 3-phase transformer is rated at 230 kVA. Its rated secondary current per phase is rated secondary current per phase is option A 33.33 amps, option B 133.33 amps, option C 66.66 amps, and option D 30.33 amps. സിമ്പിൾ കണക്കല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് റേറ്റിംഗ് തന്നിട്ടുണ്ട് എത്ര? 230 kV തന്നിട്ടുണ്ട് അല്ലേ? therefore ലൈൻ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് സെക്കൻഡറി ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ? അവിടെ സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ റേറ്റിംഗ് തന്നിട്ടുണ്ട്. therefore IL is equal to
230 kVA, that is 230 into 10 to the power of 3. 230 into 10 to the power of 3 solution ആണ് 230 into 10 to the power of 3 divided by root 3 into അല്ലെ സെക്കൻഡറി സൈഡിലല്ലേ അവിടുത്തെ വോൾട്ടേജ് എത്ര 2300 അല്ലെ 2300 അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും therefore 100 by root 3 എന്ന് കിട്ടും therefore 100 by root 3 എന്നത് ലൈൻ തന്ന പോലെ 100 by root 3 നമുക്ക് എന്താ വേണ്ടേ നമുക്ക് 100 by root 3 നമുക്ക് ഫേസ് കറന്റ് വേണ്ട അല്ലേ therefore I phase is equal to IL by root 3. I phase is equal to IL by root 3 ആണ് കാര്യം ഡെൽറ്റ കണക്ഷൻ ആയതുകൊണ്ട് therefore 100 by root 3 into root 3 therefore 100 by 3 therefore that is equal to answer 33.33 amps. So option A is the correct answer. Okay. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗേറ്റ് 2016 ഉള്ള ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക a 3-phase delta star transformer a 3-phase delta star transformer delta star transformer is applied 6000 volt on delta side is supplied 6000 volt on delta side. The terminal voltage on secondary side, the terminal voltage on secondary side on secondary side when supplying full load at 0.8 power factor lag is 415 volt. The equivalent resistance and reactance R and X are 1% and 5% respectively. 1% and 5% respectively. The turns ratio of the transformer is the turns ratio of the transformer is. The turns ratio of the transformer is. Option A 14. Option B 24. Option C 42 and option D 20. The three-phase delta star connected transformer is supplied 6000 volt. Transformer connection in delta star connection. So this is delta connection and this is star connection. Delta connection, star connection. Delta connection is delta connected transformer is 6000 volt on delta side. 6000 volt on delta side. The terminal voltage on secondary side when supplying full load at 0.8 power factor lag is 415 volt. Therefore, this voltage is 415 volt. This is 415 volt. So this is 415 volt. 6000 volt to 415 volt. The equivalent resistance and reactance are 1% and 5% respectively. The turns ratio of the transformer are
നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കണം. എന്തായിരിക്കും നമ്മൾ എന്താ ടേൺസ് റേഷ്യോ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരിക്കും? ടേൺസ് റേഷ്യോ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ടേൺസ് റേഷ്യോ വി ഹാവ് ടു യൂസ് ഓൺലി ഫേസ് വാല്യൂസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ടേൺസ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ടേൺസ് റേഷ്യോയുടെ ഫോർമുല ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു N1/N2 പ്രൈമറി ടേൺസ് ഡിവൈഡ് ബൈ സെക്കൻഡറി ടേൺസ് ആണ്. അപ്പോൾ നമുക്കറിയാം N1/N2 N2/N1 is equal to E2/E1 ആണ് അല്ലേ? Therefore that is N1/N2 is equal to എന്തായിരിക്കും? E1/E2 എഴുതി കൂടെ നമുക്ക് E1/E2 നമുക്ക് എഴുതി കൂടെ. അപ്പോൾ നമ്മൾ നോക്കി ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ E1 നമുക്കറിയണം, E2 നമുക്കറിയണം. Therefore നമ്മൾ നോക്കി ഇപ്പൊ നമുക്ക് പെർസെന്റേജ് ഇപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ? Therefore നമുക്ക് എന്താ വേണം? നമുക്ക് 415 വോൾട്ട് ആണ് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കിട്ടും. നമുക്ക് എന്താ വേണം? നമുക്ക് പെർസെന്റേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എങ്ങനെ ആയിരിക്കും? നമുക്ക് ഇവിടുത്തെ ഈ E1 എന്ന് പറയുന്ന വോൾട്ടേജ്, E2 എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കണം. E2 എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പെർസെന്റേജ് ഡ്രോപ്പ് തന്നിട്ടുണ്ടല്ലേ? സോറി, പെർസെന്റേജ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. Therefore പെർസെന്റേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? റെഗുലേഷൻ സമയത്ത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? പെർസെന്റേജ് R into cos phi അല്ലെ? പെർസെന്റേജ് R into cos phi പ്ലസ് ട്രാൻസ്ഫോമർ ആയിട്ട് എന്തായിരിക്കും? പ്ലസ് പെർസെന്റേജ് X into sin phi അല്ലെ? നമ്മൾ ലാഗിങ് പവർ ഫാക്ടർ നമ്മൾ പോസിറ്റീവ് കൊടുത്തു. പെർസെന്റേജ് R എത്ര തന്നിരിക്കുന്നത്? 1 into പവർ കോസ് 5 0.8 പ്ലസ് 5 into 0.6. Therefore that is equal to 3.8% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് അവിടുത്തെ പെർസെന്റേജ് ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പൊ എത്ര ആയിരിക്കും നമുക്ക് ഡ്രോപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത്? Therefore drop voltage is equal to എത്ര ആയിരിക്കും? That is equal to 415 അല്ലെ? 415 ആണ് 415 into 3.8 by 100 വരും അല്ലെ? Therefore that is equal to 15.77 വോൾട്ട് ആണ് അവിടുത്തെ ഡ്രോപ്പ് വോൾട്ട് എന്ന് പറയുന്നത്. Therefore അല്ലെ 15.77 വോൾട്ട് ആയിരിക്കും നമ്മൾ അവിടുത്തെ ഡ്രോപ്പ് വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഇൻഡ്യൂസ്ഡ് EMF in secondary. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമുക്ക് E2 നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? Therefore induced EMF E2 is equal to എങ്ങനെ ആയിരിക്കും? E2 is equal to എന്തായിരിക്കും? നമ്മുടെ ഡ്രോപ്പ് അല്ലെ? This is drop plus V2. Therefore drop എത്ര വരും? That is equal to 15.77 plus V2 എത്ര വന്നിരിക്കുന്നത്? V2 is equal to 415. That is equal to എത്ര വരും? That is equal to 430.77 വോൾട്ട് കിട്ടും. 77 വോൾട്ട് നമുക്ക് E2 കിട്ടി. E2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് E2 കിട്ടി വെച്ചു. ഇതെന്തായിരിക്കും? ഇത് ലൈൻ വോൾട്ടേജ് ആണ്. നമുക്ക് എന്താ? നമുക്ക് ടേൺ സ്റ്റേഷൻ നമുക്ക് എന്താ വേണ്ടത്? ഫേസ് വോൾട്ടേജ് നമുക്ക് വേണ്ടത്. Therefore E2 is equal to എത്ര കിട്ടും? 430.77 divided by √3. Therefore that is equal to E phase E2 phase that is equal to 248 വോൾട്ട് ഉണ്ട്. 248 വോൾട്ട്. അപ്പൊ പ്രൈമറി ആകുമ്പോഴത്തേക്ക് ഡെൽറ്റ കണക്ഷൻ അല്ലെ? ഡെൽറ്റ കണക്ഷൻ ആണ്. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജ് ആയിരിക്കും സെയിം തന്നെ ആയിരിക്കും. Therefore ടേൺസ് റേഷ്യോ TR is equal to എന്തായിരിക്കും? V1 അല്ലെ? E1/E2 that is 6000 divided by 248 N1/N2 ആ രീതിയിൽ നമുക്ക് 6000 divided by 248 that is equal to 24. That is equal to 6000 divided by 248 that is equal to 24 നമുക്ക്. Therefore conclusion എന്തായിരിക്കും? We have to use turns ratio, we have to use only phase values, only phase only അല്ലെ? Phase values only. ഇവിടെ ആയിരിക്കും turns ratio calculate ചെയ്യാൻ വേണ്ടി only phase values ഉം പിന്നെ എന്തായിരിക്കും നമ്മുടെ ജനറൽ ഇക്വേഷൻ N1/N2 is equal to the turns ratio. അത് ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ്. ഒരു മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സോ അത് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, next question നോക്കുക. Next question, two transformers with leakage impedance. So next question നമ്മൾ പോവാണ്. Next question, two transformers with leakage impedances. Two transformers with leakage impedance. Two transformers with leakage impedance. With leakage impedance, Z1 is equal to 0.1 plus J 0.1 plus J 0.4 per unit, and Z2 is equal to
0.05 plus J 0.2 per unit. J 0.2 per unit are connected in parallel. The ratio of load shared will be ratio of load shared will be option A equal option A equal, option B 1:2, option C 2:1, and option D 2:3. So two transformers with the leakage impedance Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്, are connected in parallel. The ratio of load shared അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുക. എങ്ങനെയാണ് ട്രാൻസ്ഫോമർ എ ട്രാൻസ്ഫോമർ ബി ആയിട്ട് നമ്മൾ ലോഡ് വരയ്ക്കുകയാണ്. അതിന്റെ RA അല്ലെ, RA XA അടുത്ത ട്രാൻസ്ഫോമർ RB XB ട്രാൻസ്ഫോമർ connected in parallel അല്ലെ. This RA, this XA, this is XA, this RB and this XB അല്ലെ, RB and XB. This is a load. Consider the load. So generator supply, whatever it is. Okay. നമുക്ക് RA ഉണ്ട് X ഉണ്ട്. I എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കറണ്ട് ട്രാൻസ്ഫോമർ നമ്പർ എയുടെ കറണ്ട് IA, ബി കറണ്ട് എന്തായിരിക്കും IB. അപ്പൊ നമുക്ക് IA is equal, നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോമറിന്റെ പാരലൽ ഓപ്പറേഷൻ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു റേഷ്യോ ഓഫ് ലോഡ് ഷെയറിംഗ് അല്ലെ. IA is equal to എന്തായിരിക്കും വരിക, IA is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് IA is equal to IL into ലോഡ് കറന്റ് into എന്തായിരിക്കും ZB divided by ZA plus ZB. ZA plus ZB ഇക്വേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അടുത്തായിരിക്കും ലോഡ് എന്തായിരിക്കും ലോഡ് ഷെയർ ബൈ and IB is equal to എങ്ങനെ എഴുതാൻ പറ്റും, ലോഡ് ഷെയർഡ് ബൈ IB is equal to IL into അല്ലെ, IL into ZA divided by ZA plus ZB. ഈ 4 ഫോമുല ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും, നമ്മൾക്ക് ഇതിനകത്ത് പവർ എന്തായിരിക്കും, കപ്പാസിറ്റി KVയുടെ സെയിം തന്നെ ആയിരിക്കും വരിക. എങ്ങനെ ആയിരിക്കും വരിക, SCI is equal to ഇക്വേഷൻ SCI is equal to പാരലൽ ഓപ്പറേഷൻ അത് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. SCI is equal to എന്തായിരിക്കും SL into ഈ ഒരു ഇക്വേഷൻ നമ്പർ 1ലും 2ലും വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിച്ചാൽ മതി അല്ലെ. SL into എന്തായിരിക്കും ZB divided by ZA plus ZB. അടുത്തായിരിക്കും SB is equal to capacity B is equal to എന്തായിരിക്കും SL into ZA divided by ZA plus ZB അല്ലെ. ZA plus ZB നമുക്ക് കിട്ടും. Therefore നമുക്ക് എന്താ തന്നിട്ടുള്ള ZA നമുക്ക് തന്നിട്ടുള്ളത് അതായിരിക്കും the question we get എന്തായിരിക്കും ZA is equal to 0.1 plus J 0.4 0.1 plus J 0.4 and ZB is equal to എത്ര തന്നിരിക്കുന്നത്, ZB is equal to 0.05 plus 0.05 plus J 0.2. Therefore SA is equal to എങ്ങനെ എഴുതാൻ പറ്റും, therefore SA is equal to SL into എന്തായിരിക്കും SL into ZB, that is equal to 0.05 plus J 0.2 divided by ZA plus ZB. എത്രയാണ് 0.1, ZA 0.1 plus J 0.4 plus ZB 0.05 plus J 0.2. that is equal to that is equal to 0.05 plus J 0.02 അല്ലെ 0.02 അല്ല 0.2 J 0.2
divided by 0.2 divided by 0.1 plus 0.05 0.15 അല്ലെ 0.15 plus j.6 into SL. SA കിട്ടി. അടുത്തതായിരിക്കും SB ചോദിച്ചിട്ടുണ്ട് അല്ലെ. SB is equal to എങ്ങനെ എഴുതാൻ പറ്റും? SB is equal to SL into ZA. Z എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും തന്നിട്ടുണ്ടാവുക? ZA is equal to 0.1 plus j.4. 0.1 plus j.4 divided by ഇതായിരിക്കും ZA plus ZB എത്ര ആയിരിക്കും? 0.15 plus j.6. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ലോഡ് ഷെയർഡ്. അപ്പോൾ എന്തായിരിക്കും SA by SB കണ്ടുപിടിച്ച് നോക്കുക. therefore SA by SB is equal to ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0.05 plus j.2 by 0.15 plus j.6 into SL അല്ലെ. SL by SB എന്തായിരിക്കും വരിക? SB എന്ന് പറയുമ്പോഴത്തേക്ക് SL into 0.1 plus j.4 divided by 0.15 plus j.6. SL ക്യാൻസൽ ചെയ്ത് പോകും. ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോകും. എന്തായിരിക്കും വരിക? Therefore SA by SB is equal to SA by SB is equal to എങ്ങനെ വരും? is equal to 0.05 plus j.2 divided by 0.1 plus j.4 അല്ലെ plus j.4 0.55 plus j.2 plus divided by 0.1 plus j.4. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore 5 plus 20j അല്ലെ 5 plus 20j divided by 10 plus 40j അല്ലെ 10 plus 40j. കാര്യം 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 10 plus 40j that is equal to that is equal to കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 plus 5 കോമൺ 1 plus 4j divided by 2 plus 8j. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമ്മൾ 100 വെച്ച് മേളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് എടുക്കാം. ഡെസിമൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 plus 4j divided by 2 plus 8j. therefore SA by SB is equal to എന്തായിരിക്കും? ഇതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടും? ഇത് കോൺജുഗേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് √17 by 18 എന്ന് കിട്ടും. √17 by 68 that is equal to SA by SB is equal to 1 by 2. therefore SA is to SB equal to 1:2. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. therefore ലോഡ് ഷെയറിംഗ് എങ്ങനെ ആയിരിക്കും വരിക? 1:2 ആയിരിക്കും ട്രാൻസ്ഫർ വരിക. ഫോർമുല വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് എന്തായിരിക്കും? ഒരു 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഫോർമുല ട്രാൻസ്ഫോമർ പാരലൽ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് ആ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ഈ 4 ഫോർമുല ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? IA, IB, SA ആൻഡ് SB അല്ലെ. ചിലപ്പം റേഷ്യോ ഓഫ് ലോഡ് ഷെയർഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇവരെ കറണ്ട് ഷെയറിംഗ് ചോദിക്കാം. കറണ്ട് ഷെയറിംഗ് പറയുമ്പോഴത്തേക്ക് എന്താ? IA വെച്ച് കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ പാരലൽ ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സോ 1:2 ആണ് കറക്റ്റ് ആൻസർ.